ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ മേൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളേവരെയും ഉറ്റുനോക്കുന്ന, നമ്മൾക്കേവർക്കും സാന്ത്വനം പകരുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, പ്രത്യാശയിലേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവം നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്ന കാര്യം ഓർത്തിരിക്കുക. ഏലീഷ ഗിൽഗാലിലെത്തി. ഗിൽഗാലിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എലീഷ അവിടെ എത്തിയത്. പ്രവാചക ഗണമെല്ലാം ഭക്ഷണമില്ലാതെ അസ്വസ്ഥപ്പെടുന്നു. എലീഷ തൻ്റെ ഭൃത്യനോട് പറഞ്ഞു, പ്രവാചക ഗണത്തിന് ഒരു വലിയ പാത്രത്തിൽ അവിയൽ ഒരുക്കുക. അവർ നിലങ്ങളിൽ പോയി ഇലകൾ ശേഖരിച്ച് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ഒരാൾ കാട്ടുമുന്തിരി കണ്ടു. അത് തന്നെ മടി നിറച്ച് പറിച്ചെടുത്തു. അത് കാട്ടുമുന്തിരിയാണോ എന്ന് അവർക്കറിയില്ലായിരുന്നു. അത് ചെറിയ കഷ്ണങ്ങളാക്കി അവിയലിൽ ഇട്ട് ഒരു പാചകം ചെയ്തു. അവരത് വിളമ്പി ഭക്ഷിക്കുമ്പോൾ അവർ നിലവിളിച്ചു. അവർക്കത് കഴിക്കുവാൻ പറ്റാതെ വന്നു. ഇത് പറഞ്ഞു, ഈ പാത്രത്തിൽ മരണം ഒളിഞ്ഞിരിപ്പുണ്ട്. എലീഷ അല്പം മാവ് കൊണ്ടുവരുവാൻ പറഞ്ഞു. മാവ് കൊണ്ടുവന്നു. മാവ് അവിയലിൽ ഇട്ടു. തുടർന്ന് വിളമ്പി ഭക്ഷിച്ചുകൊള്ളുവാൻ പറഞ്ഞു. വിഷം അതിൽ നിന്ന് നീങ്ങിയിരുന്നു. അതെ, വിഷമായ ചില വസ്തുക്കൾ കഴിക്കുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ ദൈവം അവിടെ മാവ് അതിലിട്ട് അതിൻ്റെ വിഷം മാറ്റി പ്രവാചക ഗണത്തിന് ഭക്ഷിക്കുവാൻ വേണ്ടി കൊടുത്തു. എപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. പ്രവാചകൻ്റെ കൂടെ എപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രവാചകന് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അതിൽ പ്രതിവിധിയും ദൈവം പറഞ്ഞു കൊടുക്കും. നമ്മുടെ ജീവിതത്തിലും എപ്പോഴും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് തക്ക സമയത്ത് വേണ്ട പ്രതിവിധി ദൈവം പറഞ്ഞു തരും. ദൈവം നമ്മളെ മരണത്തിൽ നിന്ന് വിമോചിപ്പിക്കും. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മേലെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കൊണ്ട് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി മാധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.